ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കമ്പനി അനാലിസിസ് വീഡിയോ ഞാൻ ഇടുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാനും അത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറയട്ടെ. ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്. നമ്മൾ കമ്പനികളെ പഠിക്കുന്ന ഒരു സീരീസ് ആയിട്ട് ഇറക്കുന്ന വീഡിയോകളുടെ ഭാഗമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല, ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക പ്രൊമോഷനും അല്ല, മറിച്ച് നമ്മൾ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കമ്പനികളെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ള കമ്പനിയാണ്. നമ്മൾ ടൈറ്റിലിൽ തന്നെ നമ്മളത് പറയുന്നുണ്ട്, ഈ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എടുത്ത് നമ്മൾ പറയുന്നു ഇത് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നമ്മൾ ഓരോ കമ്പനികളെയും ഓരോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിൽ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ അപ്പോൾ ഇത് കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. സോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുമായിരുന്നു. ബട്ട് ടെക്നിക്കലി കുറച്ച് റീസൺസ് കൊണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഇപ്പോൾ നിലവിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചാനൽ കാണാത്തവർ ജസ്റ്റ് നോക്കുക. കേരള സ്റ്റോക്ക് മാർക്കറ്റ് 21 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതുവരെയായിട്ട് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് വളർന്നു വരാനായിട്ട് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരിക്കുക. പരസ്പരം സഹായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം മറക്കാതെ എല്ലാവരും ജോയിൻ ചെയ്ത ശേഷം മാത്രം നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ കമ്പനിയുടെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 12,558 കോടിയും നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 64.9 അല്ലെങ്കിൽ 64.8 പൈസ എന്നുള്ള റേഞ്ചിലാണ്. ഓക്കെ, സ്റ്റോക്ക് പി വരുന്നത് 25.4 ബുക്ക് വാല്യൂ 32.1 ആണ് വരുന്നത്. അപ്പോൾ കമ്പനിയുടെ ഒരു പേരിൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഒരു ലെൻഡിങ് കമ്പനിയാണ്. ആൻഡ് ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യലി അൺസേർവ്ഡ് ആൻഡ് അണ്ടർസേർവ്ഡ് സെഗ്മെന്റ്സിലുള്ള ആളുകളിൽ നിന്ന് സ്മോൾ ഫിനാൻസ് ലോണുകൾ കൊടുക്കുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ബിസിനസിന്റെ കാര്യങ്ങൾ നമ്മൾ ഇവരുടെ കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, റീറ്റെയിൽ ബാങ്കിങ്ങിൽ മോസ്റ്റ്ലി 85%, ട്രഷറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 12%, ഹോൾസെയിൽ ബാങ്കിങ്ങിൽ 3%ആണ് കമ്പനി മുൻപോട്ട് പോകുന്നത്. ബിസിനസ് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് 95 ലക്ഷം കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി ഇപ്പം നിലവിലുണ്ട്. 95 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് നിലവിൽ അവർക്കുണ്ട്. 753 ബ്രാഞ്ചും 613 ATMs പിന്നെ 8000-ലധികം ഇലക്ട്രോണിക് കളക്ഷൻ റീറ്റെയിൽ പോയിന്റ്സ് ഇവർക്കുണ്ടെന്നാണ് കമ്പനി തന്നെ സൂചിപ്പിക്കുന്നത്. കമ്പനിയിൽ മോസ്റ്റ്ലി 24,374 എംപ്ലോയീസ് 326 ഡിസ്ട്രിക്റ്റിലായിട്ട് ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 26 സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലോൺ ബുക്ക് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി 32,122 കോടിയിലധികം വരുന്ന ലോൺ ബുക്ക് ഇവർക്ക് നിലവിലുണ്ട്. അഫോർഡബിൾ ഹൗസിംഗിലാണെങ്കിൽ 23%, ഇൻഡിവിജ്വൽ ലോൺസ് കണക്കാക്കുകയാണെങ്കിൽ 16%, FIG ലെൻഡിങ്ങിൽ 9%, MSME ലെൻഡിങ്ങിൽ 6% ആണ് ഉള്ളത്. അഗ്രി ആൻഡ് അലൈഡ് ലോൺസും മോസ്റ്റ്ലി 1% താഴെയാണ്. ഓക്കെ, മെട്രോകളിൽ നിന്നാണ് നമുക്ക് മാക്സിമം ലോൺ വരുന്നത്. മോസ്റ്റ്ലി ഒരു നോക്കുകയാണെങ്കിൽ 34% മെട്രോയിൽ നിന്നും, 33% അർബൻ ഏരിയയിൽ നിന്നും, സെമി അർബൻ റേഞ്ചിൽ നിന്ന് 25%, റൂറൽ ഏരിയയിൽ നിന്ന് 9% ആണ് ഇവർക്ക് വരുന്ന മോസ്റ്റ്ലി ഉള്ള ബ്രാഞ്ച് വൈസ് ലോൺ ബുക്ക് പറയുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റ്സ് നോക്കുമ്പോൾ മോസ്റ്റ്ലി 37,630 കോടിയിലധികം വരുന്ന ഡെപ്പോസിറ്റ്സ് ഇവർക്ക് നിലവിലുണ്ട്. ആൻഡ് അത് 2024 നോക്കുകയാണെങ്കിൽ അത് 31,462 കോടിയായിരുന്നു. സോ ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് ഡെപ്പോസിറ്റ്സിന്റെ കാര്യത്തിൽ ഈ കമ്പനി വരുത്തുന്നുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് വരുത്തുന്നുണ്ടെന്നുള്ള കാര്യം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഇതിനെ കാണാം. ബൾക്ക് ടേം ഡെപ്പോസിറ്റ് 28%, റീറ്റെയിൽ ടേം ഡെപ്പോസിറ്റ്സ് 45% ഉണ്ടെന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ബാങ്കിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവർക്ക് 125 ഡിജിറ്റൽ ഫീച്ചേഴ്സ്, മൊബൈൽ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് അടക്കം, UPI, P2P, P2M ആൻഡ് മെർച്ചന്റ് ബാങ്കിങ്, അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ ആപ്സും നെറ്റ്വർക്ക്സും അല്ല മൊബൈൽ ബാങ്കിങ് സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ 15-ലധികം ലോൺ ടൈപ്സ് അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഗ്രൂപ്പ്, MSME, ഹൗസിംഗ് ലോൺസ്, ഗോൾഡ് ലോൺസ്, വെഹിക്കിൾ ലോൺസ്. ആൻഡ് ഡെപ്പോസിറ്റ് പ്രൊഡക്ട്സ് ആണെങ്കിൽ CASA, FD അടക്കമുള്ള 5 ഡെപ്പോസിറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. അവർ വിൽക്കുന്ന പ്രൊഡക്ട്സ് ആണ് പറയുന്നത്, ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ FD അങ്ങനത്തെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി സർവീസ് ആയ ഇൻഷുറൻസുകൾ, ഫോറക്സ്, NPS, ആധാർ, ലോക്കേഴ്സ്, അങ്ങനെ എല്ലാം ഈ ബാങ്കിങ് സിസ്റ്റം വഴി അവർ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആക്റ്റീവ്ലി കൊടുക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ, വാട്സാപ്പ്, ബിസിനസ് ബാങ്കിങ് ആൻഡ് അസറ്റ് സെന്റേഴ്സ് വഴിയെല്ലാം മോസ്റ്റ്ലി കണക്റ്റഡ് ആണ്. ഒരു ന്യൂജൻ ബാങ്കിന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസിന് വേണ്ടി ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസിന് വേണ്ടി കഴിഞ്ഞ വർഷം ആദ്യം തൊട്ടേ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുമ്മാ യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് കിട്ടത്തില്ല. RBI ആണ് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് കൊടുക്കുന്നത്.
അതിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. കുറച്ചധികം ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ആ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രൊഡക്ട്സ് വിൽക്കാൻ കഴിയും, ലോൺ പോർട്ട്ഫോളിയോ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് കിട്ടിയാൽ കിട്ടും. അപ്പോൾ ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒക്കെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. സോ അപ്പം ഇവർക്ക് ഈ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് കിട്ടുവാണെങ്കിൽ അവിടെ ബാങ്കിങ് ഓപ്പറേഷൻസിലേക്ക് പുതിയൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് കിട്ടാനുള്ള ക്രൈറ്റീരിയ തന്നെ ഉണ്ട്. മിനിമം നെറ്റ്വർത്ത് 1000 കോടി ആയിരിക്കണം, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനി ആയിരിക്കണം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് തന്നെ RBIയുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 എന്താ പറയുക ക്വാർട്ടറിൽ ഫിനാൻഷ്യൽ ഇയറിലും ഫിനാൻഷ്യൽ ഇയറിലും പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ടേംസ് ഉണ്ട്. പിന്നെ ലിമിറ്റ്, പിന്നെ എന്താണ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സും GNPAയും ഗ്രോസ് NPAയും എല്ലാം ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ലിമിറ്റ്സ് തന്നെ ആയിരിക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് കിട്ടത്തുള്ളൂ. സോ RBI എന്തായാലും ഇവിടെ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസിന്റെ ആപ്ലിക്കേഷൻസ് ഒരു 5 മെമ്പർ ടീമിന് സ്റ്റാൻഡിംഗ് എക്സ്റ്റേണൽ അഡ്വൈസറി കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവാലുവേഷൻ ഒക്കെ ഓൺഗോയിങ് ആണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ആ ഒരു ലൈസൻസ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും ഞാൻ കമ്പനിയെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, എന്താവും ഇതിന്റെ ഭാവി എന്നുള്ളത്. അപ്പം ഇതിലെ ബാക്കിയുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ജൂൺ 2025 1619 കോടിയായിരുന്ന റവന്യൂ സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും 1682 കോടിയിലായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിന്റെ ഗ്രോത്ത് അത്യാവശ്യം ഗ്രാജുവലി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫിനാൻസിങ് പ്രോഫിറ്റ് നെഗറ്റീവ് ആണ്. ആൻഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2025 160 കോടിയായിരുന്നെങ്കിൽ ഡിസംബർ 2025 അത് 244 കോടിയാണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 122 കോടിയിൽ നിന്ന് 156 കോടിയിലേക്ക് ഡിസംബറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതും വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ്. റവന്യൂ നമ്മളൊന്ന് പരിശോധിക്കാൻ മനസ്സിലാവുന്നത് മാർച്ച് 2024 5677 കോടിയായിരുന്നെങ്കിൽ മാർച്ച് 2025 6354 കോടിയാണ്. ഓക്കെ, ഫിനാൻസിങ് പ്രോഫിറ്റ് അവിടെ 230 കോടിയാണ്, 1014 കോടിയിൽ നിന്ന് 230 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പരിശോധിക്കുകയാണെങ്കിൽ 1772 നിന്ന് മാർച്ച് എത്തിയപ്പോഴേക്കും 942 കോടിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ മാർച്ച് 2024 1281 കോടിയായിരുന്നു, മാർച്ച് 2025 ആയപ്പോഴത്തേക്ക് 726 കോടിയിലായിട്ട് മാറിയിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 1935 കോടിയിൽ നിന്നും 1937 കോടിയിലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. റിസർവ് നോക്കാം, 4148 കോടിയിൽ നിന്നും 4293 കോടിയായിട്ട് റിസർവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ബോറോയിങ്സ് നോക്കുകയാണെങ്കിൽ 2962 കോടിയാണ്. ഡെപ്പോസിറ്റ്സ് നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് 39,211 കോടിയാണ്. ഓക്കെ, അപ്പോൾ അതും ഡെപ്പോസിറ്റ്സും വർദ്ധിച്ചു വരുന്നതായിട്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വർദ്ധിക്കുന്നുണ്ട്. മാർച്ച് കാലങ്ങളിൽ 1593 കോടിയായിരുന്നെങ്കിൽ മാർച്ച് 2025 അത് 2028 കോടിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്, ക്യാഷ് ഫ്രം ഫിനാൻസിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്. ഓക്കെ, അപ്പം FIA DA ഹോൾഡിംഗ് പരിശോധിക്കുമ്പോഴത്തേക്കും FIAs കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിസംബർ 2025 ക്വാർട്ടറിൽ FIA ഹോൾഡിംഗ്സ് കുറച്ചിട്ടുണ്ട്. അതായത് 17% നിന്ന് 15% കുറച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ FIA ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2023 1.96% നിന്ന് ഗ്രാജുവലി ഉള്ള ഗ്രോത്തും പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഇതിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് 20% നിന്ന് 17%, അതിനുശേഷം 19% പോയിട്ടുണ്ട്, ശേഷം 19.51 നിന്നും 19.55%, ശേഷം 17% വന്നിട്ടുണ്ട്, അതിനുശേഷം 15% ആയിട്ടുണ്ട്. സോ അപ്സ് ആൻഡ് ഡൗൺസ് FIA ഹോൾഡിംഗ്സിൽ വിസിബിൾ ആണ് കുറെ ക്വാർട്ടറിലെ കാര്യമായിട്ട്. ആൻഡ് DA ഹോൾഡിംഗ്സ് നമുക്ക് പരിശോധിക്കാം. DA ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഗ്രോത്ത് ആണ്. ഇപ്പോൾ DA ഹോൾഡിംഗ്സ് ഓരോ തവണയും കയറി വരികയാണ്. ഇടയ്ക്കൊന്ന് ഡൗൺ സൈഡ് വന്നെങ്കിൽ പോലും DA ഹോൾഡിംഗ്സ് ഇപ്പോൾ നിലവിൽ 28% DA ഹോൾഡിംഗ്സ് ഉണ്ട്. സോ 20% നിന്ന് 28%ലേക്കാണ് DIAസിന്റെ ഹോൾഡിംഗ് പോയത്. പബ്ലിക്കിന്റെ ഇത് ലേശം കുറഞ്ഞിട്ടുണ്ട്, 55% ഇപ്പോൾ നിലവിൽ പബ്ലിക് ഹോൾഡിംഗ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസ് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമുക്ക് വ്യക്തമാവും. അപ്പോൾ ടെക്നിക്കൽ ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. 1 മന്ത് ചാർട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാർട്ട് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കുന്നുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ചാർട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബൈയിങ് പ്രഷർ ഫ്രം ഡൗൺ സൈഡ് അല്ലേ. അപ്പം വീക്ക്ലി ചാർട്ടും ഡേ ചാർട്ടും ഒക്കെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് മാർക്കറ്റ് ഈ സ്റ്റോക്ക് 1021 EMAയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ EMAസിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ ടെക്നിക്കലി. ആൻഡ് ഓൾ ടൈം ഹൈക്ക് സമീപമാണ് സ്റ്റോക്ക് നിൽക്കുന്നതെന്നുള്ള കാര്യം അറിയാം. ആൻഡ് ഇവിടെ നിന്നും ഓൾ ടൈം ഹൈക്ക് സമീപം കുറച്ചധികം ദിവസമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നതായിട്ട് ടെക്നിക്കലി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ്
ആൻഡ് നോക്കുകയെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ മാർക്കറ്റ് ക്രാഷ് സമയത്തൊക്കെ ഉണ്ടായ ആ ഡൗൺ സൈഡിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായിട്ടുണ്ട്, വലിയ വിക്കോട് കൂടി മാർക്കറ്റ് ഡൗൺ സൈഡ് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, വലിയ വിക്കോട് കൂടി മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഇന്റൻഷൻ കാണിക്കുന്നുണ്ട്. സോ ഇതിന്റെ ടാർഗറ്റ്സ് ഒന്നും നമ്മൾ പറയുന്നില്ല, മറിച്ച് നമ്മൾ അങ്ങനെ പറയാനും പാടില്ലല്ലോ. ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല, മറിച്ച് വളരെ ടെക്നിക്കൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കാം. അത് ടെക്നിക്കലി നമുക്ക് എന്താണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ടെക്നിക്കലി ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ വരയ്ക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ഏരിയാസ് എല്ലാം ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. 58 to 60 റേഞ്ച് എല്ലാം ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതോ ഇവിടുന്ന് ഡൗൺ സൈഡ് വന്നാൽ പോലും ഈ ഒരു റേഞ്ച് ഒരു ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു ബേസ് ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ബേസ് ഏരിയ ആണ് മാർക്കറ്റിൽ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് അപ്സൈഡ് തുടങ്ങിയത്. സോ ഞാൻ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ 56 രൂപ എന്ന് പറയുന്ന ഈ റേഞ്ച് ഈ ഒരു സ്റ്റോക്കിന്റെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. സോ ഡൗൺ സൈഡ് വന്നാലും ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും റിട്രേസ്മെന്റ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇതിന്റെ ഒരു ഡിമാൻഡ് ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡിമാൻഡ് ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇതുപോലത്തെ കമ്പനികൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ പിറകെയുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളും കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇതുപോലെ നല്ല കമ്പനികളും വീഡിയോസും വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ചെറിയൊരു കണ്ടന്റ് ആയിട്ടാണ് ചെയ്തത്. സോ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യം നിങ്ങൾ വിട്ടുപോരുത്, എല്ലാവരും ജോയിൻ ചെയ്ത് നമ്മുടെ ജേർണിയുടെ ഭാഗത്ത് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു.